നമസ്കാരം. അഷ്ടപതി കളരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നേ നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ നെഞ്ചിന് തള്ളിക്കൊണ്ട് ആരെങ്കിലും പുറകിലേക്ക് കൊണ്ടുപോകുന്ന അവസരത്തിൽ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളൊരു വിദ്യയാണ്. ഈ ഒരു വിദ്യ പെട്ടെന്ന് പഠിക്കാനും അതുപോലെ തന്നെ ചെയ്ത് ഫലിപ്പിക്കാനും പറ്റുന്നൊരു വിദ്യയാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു രീതിയിലാണിത് ചെയ്യുന്നത്. അപ്പോൾ ചെയ്യുന്ന വഴി നമുക്ക് ഒന്നുകൂടി നോക്കാം. നെഞ്ചിനിതുപോലെ തള്ളുന്ന സമയത്ത് നമ്മൾ ഈ തള്ളുന്ന കൈ നമ്മൾ പുറത്തേക്ക് തട്ടി മാറ്റുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് തന്നെ ഈ കൈ കൊണ്ട് തന്നെ നമ്മൾ എതിരാളിയുടെ കഴുത്തിൻ്റെ ഈ ഒരു ഭാഗം, അതായത് വലത് കൈ കൊണ്ടാണ് തള്ളുന്നതെങ്കിൽ നമ്മൾ ഈ ഇടത് ഭാഗത്ത് നമ്മൾ അടിക്കുകയാണ് ചെയ്യുന്നത്. അതേ സമയത്ത് തന്നെ എതിരാളിയുടെ കാലിൻ്റെ പുറകിലേക്ക് നമ്മൾ കാല് വെച്ചുകൊണ്ട് തള്ളി നിലത്തേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെയ്യുന്ന വഴി തള്ളുന്ന സമയത്ത് തന്നെ തട്ടി ഈ ഒരു രീതിയിലാണിത് ചെയ്യുന്നത്. ചെയ്യുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. നമ്മളിപ്പോൾ തള്ളുകയാണെങ്കിൽ, ഈ ഒരു ഭാഗത്ത് തള്ളുകയാണെങ്കിൽ നമ്മൾ തട്ടി മാറ്റുന്ന സമയം, ആൾ തള്ളുന്ന സമയത്ത് തന്നെ നമ്മൾ തട്ടി മാറ്റുന്നതിനൊരു പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു സമയം തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തുള്ള അടി നമ്മൾ കൊടുത്തിരിക്കണം. അതായത് നമ്മൾ ചെയ്യുന്ന സമയത്ത്, തള്ളുന്ന സമയത്ത് തന്നെ നമ്മൾ തട്ടി മാറ്റി ഈ ഒരു രണ്ട് ഭാഗവും, അതായത് കാല് വെച്ചുകൊണ്ടുള്ള അടി രണ്ടും നമുക്ക് ഒരേ സമയം തന്നെ സംഭവിക്കണം. എന്നാൽ മാത്രമേ എതിരാളി പെട്ടെന്ന് തന്നെ നിലതെറ്റി വീഴുകയുള്ളൂ. അപ്പോൾ ഈ ഒരു വിദ്യ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. ആ തള്ളുന്ന ഒരു സമയം തന്നെ നമ്മൾ എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കാല് വെച്ചിട്ടും, അതായത് ഇപ്പോൾ ചെയ്ത പോലെ നമ്മൾ കാല് വെച്ചിട്ടും കാല് വെക്കാതെയും നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. അത് നമ്മുടെ പരിശീലനത്തിൻ്റെ ഗുണം പോലെ ഇരിക്കും. കാല് വെച്ചിട്ടാണെങ്കിൽ പെട്ടെന്ന് തന്നെ എതിരാളി നിലത്തേക്ക് വീഴും. ഇനി അതല്ല, നമ്മൾ കാല് വെക്കാനുള്ള സമയം നമുക്കില്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് അടിയുടെ ഈ ഒരു ഭാഗം, അടിയുടെ ഒരു പവർ നമ്മൾ കൂട്ടുകയാണെങ്കിൽ അല്ലാതെ തന്നെ എതിരാളി നിലത്ത് വീഴുന്നതായിരിക്കും. അഷ്ടപതി കളരിയുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.